എന്തു പറ്റി സാർ? അവന്റെ കരച്ചിൽ കണ്ട് സഹിക്കാൻ പറ്റുന്നില്ലടോ. അത്രയും തല്ലണ്ടായിരുന്നു. അവസാനം കാല് പിടിച്ചപ്പോ നിർത്തി. നാഭിക്ക് മുട്ടുകാല് കൊണ്ട് ഇടിച്ചിട്ടുണ്ടല്ല. ഇന്ത്യയുടെ താഴെ കിടക്കുന്ന ശ്രീലങ്ക വരെ തകർന്നു പോയടോ. ഇന്നാണെങ്കിലാ എനിക്ക് കുറെ ടാസ്ക് കംപ്ലീറ്റ് ആക്കാണ്ട്. ആദ്യത്തെ ടാസ്ക് വേറെ ഒന്നല്ല, പനിയായോണ്ട് തന്നെ രാവിലെ തന്നെ ഹോസ്പിറ്റലിൽ പോവാ. ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴാ അടുത്ത ടാസ്ക് കിട്ടി. എന്ത് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനുള്ള ടാസ്ക്. അതവിടെ നിൽക്കട്ടെ, ഇതാണ് അടുത്ത ടാസ്ക്. ഇന്ന് എന്റെ എക്സാം ആണ്. ഇതിനുള്ളത് ഹെവി ലൈസൻസിനുള്ള എക്സാം. ഇത് ബാജ് അങ്ങനെ അതും പാസ്സായി. വീട്ടിൽ ചെന്നപ്പോഴാ ചേച്ചി പെട്ടി പാക്കാണ്. ചേച്ചി ഇന്ന് ദുബായിക്ക് തിരിച്ചു പോയി. ഇനി 4-5 മാസം കഴിഞ്ഞാലേ ആടാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ചേച്ചി ആണെങ്കിലാ ഊഞ്ഞാലിരുന്ന് കിടന്നും മലന്നൊക്കെ ഇരുന്ന് ആടണുണ്ടട്ടാ. അങ്ങനെ എല്ലാവരും ചാറ്റയും പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയട്ടാ. കൂടെ നമ്മുടെ ഇച്ചാപ്പിനും കുഞ്ഞാറ്റിനെ വിളിക്കാൻ പോയപ്പോഴാണ് നമ്മൾ ഈ കാഴ്ച കാണുന്നത്. ഈ കാഴ്ച കണ്ടിട്ട് ആർക്കെങ്കിലും നൊസ്റ്റാൾജിയ അടിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്താക്കട്ടാ. അങ്ങനെ നമ്മുടെ ഇച്ചാപ്പിയും കുഞ്ഞാറ്റെത്തി. ഇവന്മാരെ കാണുമ്പോ ഇപ്പോഴും വലുതാവണ്ടെന്ന് എനിക്കൊരു തോന്നലുണ്ടട്ടാ. അങ്ങനെ അവമാനം പിക്കിയത് നമ്മ ചേച്ചിന് നേരെ കൊണ്ടാക്കി. ചേച്ചിക്ക് ഒരു ചാറ്റയും പറഞ്ഞ് നമ്മ നേരെ വീട്ടിൽ പോയി. പോണ വഴി നമുക്ക് 2 മീനെ മേടിക്കണ്ടേ. അങ്ങനെ മീനെ മേടിച്ച് നമ്മുടെ കുളത്തിൽ കൊണ്ടിട്ടാക്കേണ്ട. നമ്മുടെ കുളത്തിലാണെങ്കിലേ ഇഷ്ടംപോലെ വെറൈറ്റി കപ്പിളുണ്ടാ. കൂടാതെ കണ്ടില്ലേ വെള്ളത്താമരയുടെ മുട്ടാണ്ടി കാണുന്നത്. അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് നമ്മുടെ 2ാമത്തെ ടാസ്ക് ആണ്ടായി കാണുന്നത്. നമ്മുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനുള്ള ടാസ്ക്. നമ്മ വൈകിട്ട് വന്നുകൊണ്ട് തന്നെ ഇതിന്റെ റിസൾട്ട് ആണെങ്കിലാ നമുക്ക് നാളെ കിട്ടുള്ളൂ. അങ്ങനെ വീട്ടിൽ വന്ന് പിള്ളേരായിട്ട് ഈ ചീട്ട് തീവണ്ടി ഉണ്ടായി കളിക്കേണ്ട. അങ്ങനെ എല്ലാം കഴിഞ്ഞ് കിടക്കാൻ നേരത്ത് നമ്മൊരു DJ പാസ്സാക്കിയാണ്ടാ ഇന്നത്തെ ദിവസം കടന്നുപോയത്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ജസ്റ്റ് ഒരു ലൈക്കും, പറ്റുമെങ്കിൽ ഒരു കമന്റും, പറ്റുമെങ്കിൽ ഒരു ഫോളോയും ചെയ്താക്കട്ടെ. അപ്പോൾ ഓക്കെ, ബൈ.